भैया होगी क्या आपकी बात, जाए या बाहर? Yeah, it's been 2.5 hours. That's not a short amount of time, and that's more भैया than बच्चे enough परेशान time. हो रहे हैं, हम बाहर चले जाएंगे क्या? ये AC on हो गया. I mean, कोई कह रहा है वहाँ पे they're opening the doors. Ma'am, you know it's against the law. You can't. നമ്മൾ ഈ കണ്ട വീഡിയോയിൽ വളരെ നിഷ്പ്രയാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, മലയാളികളായിരിക്കെ തന്നെ നമ്മളെല്ലാവരും അഭിമുഖീകരിച്ചേക്കുന്ന ഒരു സന്ദർഭം തന്നെയായിരിക്കും. കാര്യം തിരക്കിട്ട ഒരു ജീവിത രീതിയിൽ നമ്മൾ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ ഒരു തടസ്സം അനുഭവപ്പെടുമ്പോൾ നാം ഓരോരുത്തരും എടുക്കുന്ന ചില നിലപാടുകളുണ്ട്, നമ്മൾ പറയുന്ന വാക്കുകളുണ്ട്, ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു വിമാനത്തോടുള്ള ബന്ധം ചിന്തിക്കുമ്പോൾ ആ കൃത്യസമയത്ത് പുറപ്പെടേണ്ടിയിരുന്ന ഒരു വിമാനത്തെ പല സാങ്കേതിക ബുദ്ധിമുട്ടുകളുടെ പേരിലും പല അസ്വസ്ഥതകളൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾ മറന്നു പോകുന്നൊരു വസ്തുതയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു വിമാനത്തെ അതിൻ്റെതായ ആ ഒരു പൂർണ്ണ നിയന്ത്രണത്തിൻ്റെ രൂപത്തിൽ തന്നെ കണ്ട് അത് പുറപ്പെടുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് സംഭവിച്ചതായ വിമാന അപകട ദുരന്തത്തോടുള്ള ബന്ധി ചിന്തിച്ചാൽ നമുക്ക് ഒരുപക്ഷെ നാം ഇനി ഇങ്ങനെ ഒരു സന്ദർഭമുണ്ടായാൽ അല്ലെങ്കിൽ ഒരല്പം വൈകിയാൽ നമ്മൾ പരാതിപ്പെടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരുപക്ഷെ ആ തടസ്സം നേരിട്ട് അതിൽ കുറച്ചുകൂടെ അതിൻ്റെ പ്രയാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ വിമാനം പുറപ്പെട്ടിരുന്നെങ്കിൽ ഈ ഒരു അപകടം നമുക്ക് ഒഴിവാക്കാമായിരുന്നു, അല്ലേ? 10:20 പുറപ്പെടേണ്ടിയിരുന്ന വിമാനം ഇന്നലെ രാത്രി ഡൽഹിയിൽ നിന്ന് അത് വൈകിയാണ് പുറപ്പെട്ടത്. എന്നാൽ തീർച്ചയായിട്ടും ആ ഒരു വിമാനത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിങ്ങളെല്ലാവരും തന്നെ ഒരുപക്ഷെ ജീവിതത്തെ അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും. എന്നാൽ നാം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇപ്പോൾ ആ അപകടം നടന്ന ആ വിമാനത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ഒരുപക്ഷെ ആ അപകടത്തിന് തൊട്ടു മുമ്പേ വരെ ചിന്തിച്ച് കാണുമായിരിക്കും, ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതിന് എന്ത് വില വേണേലും കൊടുക്കാമായിരുന്നു എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകാം. പക്ഷേ എന്ത് ചെയ്യാം, ജീവിതത്തോടുള്ള ബന്ധത്തിൽ ചില തീരുമാനങ്ങളോടുള്ള ബന്ധത്തിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്, അതിനൊരു കോൺസിക്വൻസ് എപ്പോഴും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഏറ്റവും വിലപ്പെട്ടത് എന്തെന്ന് തിരിച്ചറിയുക.